ഹായ് ഹലോ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മുണ്ടക്കയം പുത്തൻചന്ത പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് കേട്ടോ. YDR-ന്റെ രണ്ടാമത് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വിശേഷണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ഈ ടൂർണമെന്റിൽ നമ്മൾ കളിക്കുന്നത് എരുമേലി ഡെമോൺസിന് വേണ്ടിയാണ്. അപ്പം ടീമിലെ പ്ലേയേഴ്സ് എല്ലാവരും ഓരോരുത്തരായി ഇങ്ങനെ എത്തുന്നതേ ഉള്ളൂ. തീയുണ്ട കണക്കിന് പന്തുകൾ എറിയുന്നത് കൊണ്ട് ഷോൾഡറിന് ഇഞ്ചുറി ആയിട്ടിരിക്കുകയാണ് നമ്മളുടെ ഓൾ കേരള ഐക്കൺ സന്ദീപ് എരുമേലി. അടുത്ത ദിവസം ഗുജറാത്തിൽ ഒരു ഓൾ ഇന്ത്യ ക്രിക്കറ്റ് ടൂർണമെന്റ് കളിക്കാൻ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ പതിവ് പ്രാക്ടീസ് സെക്ഷനിലേക്ക് പോയി. ക്രീസിലെത്തുമ്പോൾ കണക്ട് ആയില്ലെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാ സെന്ററിൽ തന്നെ കൊള്ളും. ഇതാണ് കേട്ടോ മുണ്ടക്കയത്തിന്റെ സ്വന്തം റൺ മെഷീൻ, സിക്സറുകളുടെ തമ്പുരാൻ ഷെം മുണ്ടക്കയം. അയാളുടെ ബാക്ക് ലിഫ്റ്റിൽ പോലും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ബോൾ കണക്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ടിൽ തന്നെ ആ അടിയുടെ പവറും കാണാം. ലീഗിലെ എല്ലാ മത്സരങ്ങളും തന്നെ നല്ല ടൈറ്റ് മത്സരങ്ങളായിരുന്നു. അങ്ങനെ ലീഗിലെ 3 മത്സരങ്ങളും ജയിച്ച് ഞങ്ങൾ ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. തോറ്റുപോയേക്കാവുന്ന മാച്ചസ് പോലും പ്ലേയേഴ്സിനെ കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഡെമൻസ് എരുമേലിയുടേത്. ഒരു ഗ്രൗണ്ടിലിരുന്ന എഫേർട്ടിനെ പ്രശംസിക്കാതിരിക്കാൻ വഴിയില്ല കേട്ടോ. സമയം കണ്ടില്ലേ, പുലർച്ചെ 5 മണിയായി. സെമി ഫൈനലിന്റെ പീക്ക് ടൈമിലേക്ക് കളി എത്തിയപ്പോഴാണ് മഴ വില്ലനായി എത്തിയത്. മഴ കനത്തതോടുകൂടി മത്സരം നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിക്കറ്റ് എന്നത് വെറും ഒരു ഗെയിം അല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? എങ്കിലും ഈ കളിമണ്ണിനെ പിരിഞ്ഞു പോകാൻ മനസ്സ് വരാതെ ഗ്രൗണ്ടിൽ തന്നെ കിടന്നുറങ്ങുന്ന ഇവരെ എങ്ങനെ വർണ്ണിക്കാതിരിക്കും? മഴ മൂലം മാറ്റിവെച്ച മത്സരങ്ങളുടെ പുതിയ കാഴ്ചകളുമായി നാളെ കാണാം. നമ്മളുടെ പേജ് ഫോളോ ചെയ്യാനുള്ളവർ ഫോളോ ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.